ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ ബലരാമനാൽ വധിക്കപ്പെട്ട ഒരു അസുരൻ്റെ കഥയാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ തൻ്റെ ബലരാമനും മറ്റ് ചങ്ങാതിമാരും ഒന്നിച്ച് പശുക്കളെ മേച്ചുകൊണ്ട് താലവനത്തിൽ എത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അസുരനെ ഭയപ്പെട്ട് ഗോപബാലന്മാരും ആരും തന്നെ ആ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. അപ്പോൾ ബലരാമൻ എന്തു ചെയ്തുവെന്നോ ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കടക്കുകയും നീലാംബരമുടുത്ത് മറ്റൊന്ന് അരയിൽ കെട്ടി മുറുക്കിക്കൊണ്ട് ബലഭദ്രൻ നല്ലൊരു പഴുത്ത പനന്തേങ്ങ നോക്കിക്കൊണ്ട് നടന്നു. 2 കൈകൾ കൊണ്ടും ഒരു പന പിടിച്ചു കുലുക്കി കുറേ പഴങ്ങൾ വീഴ്ത്തി ബലരാമൻ. ഇടയ്ക്കിടയ്ക്ക് ബലരാമൻ എന്തു ചെയ്തുവെന്നോ ഉച്ചത്തിൽ ഗർജിച്ചുമിരുന്നു. കംസന്റെ മിത്രവും ഭീമാകാരനുമായ ധേനുകൻ എന്ന അസുരൻ ഈ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് ഒരു കഴുതയുടെ രൂപം ധരിച്ചുകൊണ്ട് ക്രുദ്ധനായി ഓടിയെത്തി. എന്നിട്ട് ഈ കഴുതയുടെ രൂപം പൂണ്ട അവൻ എന്തു ചെയ്തുവെന്നോ ബലരാമൻ്റെ മാറിൽ തൻ്റെ പിൻകാലുകൾ കൊണ്ട് തൊഴിച്ചു. എന്നിട്ട് അലറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആ ധേനുകൻ്റെ പിൻകാലുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ബലരാമൻ പൊക്കിയെടുത്തു. എന്നിട്ട് ഒരു പനയുടെ മേലെ അവൻ്റെ ശരീരം ആഞ്ഞടിച്ചു. മുറിഞ്ഞു വീണ ആ പന വീഴുമ്പോൾ അടുത്തുണ്ടായിരുന്ന മറ്റനേകം പനകളും പുഴങ്ങി വീഴുകയുണ്ടായി. അപ്പോൾ ഈ ധേനുകൻ എന്തു ചെയ്തുവെന്നോ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഗർജിച്ചുകൊണ്ട് വീണ്ടും ബലരാമൻ്റെ നേർക്ക് വന്നു. ബലരാമൻ പിന്നെയും അവനെ പിടിച്ച് നിലത്തടിച്ചു. ഈ തല ഒരു വശം പൊളിഞ്ഞുവെങ്കിലും ഈ അസുരൻ പിന്നെയും ചാടി എഴുന്നേറ്റു. എന്നിട്ട് തലയിൽ 4 കൊമ്പുകൾ മുളച്ചു ആ ഘോരരൂപിയായ രാക്ഷസൻ്റെ. എന്നിട്ട് ഈ ഗോപന്മാരുടെ പിന്നാലെ ഓടി ഈ കഴുതയുടെ വേഷം അണിഞ്ഞ ആ ഒരു അസുരൻ. ഈ ഓടുന്ന ധേനുകനെ ശ്രീതാമാവ് എന്തു ചെയ്തുവെന്നോ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ദണ്ടുകൊണ്ട് അടിച്ചു. സുബലനാവട്ടെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. സ്തോകനും അർജുനനും അവനെ തള്ളിയിടുവാൻ ശ്രമിച്ചു. അതേപോലെ വിശാലനും ഋഷനും കാലുകൊണ്ട് ചവിട്ടി. വരൂധവനാവട്ടെ കല്ലെടുത്തവനെ എറിഞ്ഞു. എന്നാൽ നമ്മുടെ കൃഷ്ണൻ തൻ്റെ കൈകൾ കൊണ്ട് ആ കഴുതയെ പിടിച്ചു വലിച്ച് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ നേരേക്കെറിഞ്ഞു. അപ്പോഴും വീണ്ടും ദേഹം കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്ന ഈ ധേനുകൻ തല കുലുക്കിക്കൊണ്ട് പിന്നീട് പാഞ്ഞത് കൃഷ്ണൻ്റെ നേർക്കായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ നേരം യുദ്ധം ചെയ്തു. അതിനിടയിൽ ബലരാമനും ഓടിയെത്തി. അപ്പോൾ ഈ ധേനുകൻ എന്തു ചെയ്തുവെന്നോ രാമനെ ആഞ്ഞൊന്ന് ചവിട്ടിക്കൊണ്ട് ഊക്കോടെ ഒന്ന് അലറി. ബലരാമൻ അവനെ തൂക്കിയെടുത്ത് നിലത്ത് ആഞ്ഞൊരടി. അപ്പോഴീ കഴുതയുടെ തല പൊട്ടിച്ചിതറിപ്പോയി. ആ സമയത്ത് ദേവകൾ ഹർഷാരവം മുഴക്കി. ദേവലോകത്തിൽ നിന്നും ഗോലോകത്തിൽ നിന്നും വിഷ്ണു പാർഷദന്മാർ തേരുമായി അവിടെ എത്തി. എന്നിട്ട് ഈ ധേനുകൻ്റെ ദേഹത്തിൽ നിന്നും ഉയർന്നു വന്നൊരു ദിവ്യരൂപം ഭഗവാനെ വണങ്ങിക്കൊണ്ട് ആ തേരിലേറി മേൽപോട്ട് പൊങ്ങി. ഖരരൂപം ധരിച്ച ധേനുകാസുരൻ്റെ ആ ഒരു പൂർവജന്മ കഥയുണ്ടല്ലോ, ആ ഒരു കഥ കൂടി അറിഞ്ഞാലേ ഈ ധേനുകാസുരൻ ആരായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു രൂപം അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വന്നത് എന്നെല്ലാം ഈ പൂർവജന്മ കഥ കേട്ടാലേ നമ്മൾക്ക് മനസ്സിലാവൂ. അപ്പോൾ ഈ ധേനുകൻ്റെ പൂർവജന്മ കഥ ഇപ്രകാരമാണ്. സാഹസികനായ മഹാബലിയുടെ പുത്രൻ ഒരിക്കൽ ആയിരക്കണക്കിന് സ്ത്രീകളോടൊന്നിച്ച് ഗന്ധമാദന പർവ്വതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയം വാദ്യഘോഷങ്ങളും പാട്ടും ബഹളവുമെല്ലാം കേട്ട് അവിടെ തപസ്സു ചെയ്തിരുന്ന ദുർവാസാവു മുനി ആ മുനിയുടെ ധ്യാനത്തിൽ നിന്നും ഉണരുകയും അങ്ങനെ ദേഷ്യം വന്ന മുനി തപസ്സു ചെയ്തിരുന്ന ആ ഗുഹയുടെ മുന്നിൽ വന്ന് നോക്കിയപ്പോൾ ഈ ധേനുകനും കാമിനിമാരും കൂടി ക്രീഡിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്.
സ്വതവേ മുൻകോപിയായ ദുർവാസാവു മുനിയുടെ പുരികം വീണ്ടും ഒന്ന് വളഞ്ഞു, ദേഹം ഒന്ന് വിറച്ചു. നീണ്ട താടിയും ചുവന്ന് തുടുത്ത കണ്ണുകളും ചേർന്ന ദുർവാസാവു മുനി അവനെ ശപിച്ചു. എപ്രകാരമാണ് മുനിയുടെ ശാപം നോക്കൂ. കഴുത പോലെ ബുദ്ധിഹീനനായ നീ ഒരു കഴുതയായി തന്നെ ഭവിക്കട്ടെ. മാധുരമണ്ഡലത്തിൽ വെച്ച്, അതായത് മധുരാമണ്ഡലത്തിൽ വെച്ച് വളരെ കാലത്തിനു ശേഷം നീ ബലരാമൻ്റെ കൈകൾ കൊണ്ട് മൃത്യു നേടും. അന്ന് നീ മോക്ഷത്തിന് അർഹനാവുകയും ചെയ്യും. മുനിവചനം സത്യമാക്കി തീർക്കുവാൻ വേണ്ടി കൃഷ്ണൻ ബലരാമനെ കൊണ്ട് ധേനുകനെ കൊല്ലിച്ചു. പ്രഹ്ലാദ വംശജന്മാരെ ആരെയും താൻ മേലിൽ വധിക്കുകയില്ല എന്ന് ശ്രീഹരി പണ്ട് ഒരു ശപഥം ചെയ്തിരുന്നു. അത് എപ്രകാരമാണ് ആ വാക്കു കൊടുത്തത്? ആ വാക്കു കൊടുത്തത് ഭഗവാൻ സാക്ഷാൽ പ്രഹ്ലാദനായിരുന്നു. അപ്പോൾ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി, മഹാബലിയുടെ പുത്രനാണ് ധേനുകൻ.